ക്രിസ്ത്യാനിയായ എന്നെ സംബന്ധിച്ചോളം ഞാൻ അമ്പരന്ന് രണ്ടെണ്ണമാണ്. ഒന്ന്, അമ്പലപ്പുഴക്കാർ വന്നിട്ട് ഈ പേട്ട തുള്ളാൻ തുടങ്ങുമ്പോൾ ആകാശത്ത് കൃഷ്ണപ്പരുന്ന് ഇങ്ങനെ വരും. പകല് കൃഷ്ണപ്പരുന്ന് വരും. പരുന്തിറങ്ങുന്ന ഒരു ടൈമല്ല ആ സമയത്ത് വരുന്നത്. അത് കറക്റ്റ് വന്നിട്ട് ഈ പേട്ടതുള്ളുകാരുടെ മുകളിൽ വന്ന് ഒരു കറക്കം 3 പ്രദക്ഷിണം വെച്ചിട്ട് ഈ പരുന്ത് തിരിച്ചു പോകും. ആലങ്ങാട്ടുകാർ വന്ന് പേട്ട കൊള്ളാൻ തുടങ്ങുമ്പോൾ ആകാശത്ത് നക്ഷത്രം പ്രത്യക്ഷപ്പെടും. പകല് നക്ഷത്രത്തെ കാണാൻ പറ്റുമോ? നമ്മൾ പഠിച്ച ഏതെങ്കിലും അസ്ട്രോണമി പറ്റുകയില്ല. പക്ഷേ ധനു 27 കറക്റ്റ് ഈ ആലങ്ങാട്ടുകാർ പേട്ടതുള്ളി വരുമ്പോൾ ആകാശം തെളിയും, അവിടെ നക്ഷത്രം വരും. ഞാൻ 3 കൊല്ലം ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട് ഈ 2 ഫിനോമിനെ. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ പേട്ടതുള്ളിൽ പോകുന്നത്. ലീലയെപ്പോലൊരു സുന്ദരി അടുത്ത അവതാരത്തിൽ മഹിഷിയെപ്പോലൊരു മൃഗമായി മാറുന്നു. ആ ദുഷ്ടയായ മഹിഷി അയ്യപ്പൻ്റെ കരം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമ്പം മാളികത്തമ്മയെ മാറുകയാണ്. നമ്മളെ എല്ലാ മനുഷ്യരും ഒരു മൃഗീയത്വമുണ്ട്. ആ മൃഗീയത്വം ഈ വാർലൈക്ക് ഡാൻസ് അല്ലെങ്കിൽ ഒരു മൃഗീയ ഡാൻസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ശുദ്ധിയായി, മാളികത്തമ്മ ശുദ്ധിയായതുപോലെ മനുഷ്യൻ്റെ പർജിങ് ഓഫ് ഓൾ ഈവിൾ എഫക്ട്സ് പോയി കഴിഞ്ഞ് മനുഷ്യൻ നല്ലവനാകുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതിൻ്റെ സാരാംശം വളരെ ഭംഗിയായിട്ട് കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്.